പ്രിയപ്പെട്ടവരെ, രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകുകയില്ല. ഞാൻ അതിശയിച്ചു പോയി. കാരണം ഇത്രയും തിരക്കിനിടയിൽ ഒരു 1-2 മണിക്കൂർ കച്ചേരി പ്രിപ്പയർ ചെയ്ത് പാടുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അത് എങ്ങനെ എന്ന് പിന്നെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, അസാധ്യ കോൺഫിഡൻസ്. ഇല്ലെങ്കിൽ ഇത്രയും പാടാനൊക്കെ ഇല്ല. തിരഞ്ഞെടുത്ത പാട്ടുകളാണെങ്കിൽ വല്ലച്ചി വർണ്ണം, നവരാഗം വർണ്ണം, 9 രാഗങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ പ്രസിദ്ധമായ വാതാപി, ഹംസധ്വനി രാഗം. വാസ്തവത്തിൽ അതിന് ഒരു വലിയ അപ്ലസ് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം വളരെ വിശദമായിട്ടാണത് പാടിയത്, ഒരു റെപ്പിറ്റേഷൻ ഇല്ലാതെ. പിന്നെ ഗംഭീരവാണി പാടിയില്ലേ, ഗംഭീരവാണി. പിന്നെ ഹംസനാദം, രഞ്ജിനി രാഗത്തിലുള്ള വരമരുളുക തായെ. രഞ്ജിനി രാഗമൊക്കെ അതിസൂക്ഷ്മമായിട്ട് പാടേണ്ട രാഗങ്ങളാണ്. കാരണം അപസ്വരം എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ അതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന്. ഈ ഭയങ്കര ജോലി തിരക്കാണ്. അത് ചില മീറ്റിങ്ങുകൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പം കണ്ടിട്ടുണ്ട്, 1 മിനിറ്റില്ല. അതിനിടയിൽ എങ്ങനെ പ്രാക്ടീസ്. ഞങ്ങളുടെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഒരു കച്ചേരിക്കായാലും ഒരു കീർത്തനം തന്നെ 50 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞ് 50 പ്രാവശ്യം പാടിയെങ്കിലേ അത് നമ്മുടെ സ്വായത്തമാകുള്ളൂ, സ്വന്തമാകുകയുള്ളൂ. ഇതൊക്കെ എപ്പോൾ പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു? ഒരു അതിശയ പുരുഷനാണിത്, സംശയമില്ലാത്ത കാര്യം. ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാകുമ്പം എന്താണ്, എപ്പോഴും തിരക്കാണ്. ആ തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൂടുന്നത്. അതിനിടയിൽ എങ്ങനെ പാടുവാൻ സാധിക്കുന്നു എന്നുള്ളത് എം എസ് സുബ്ബലക്ഷ്മിയൊക്കെ അവരെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരു കച്ചേരി ഏറ്റാൽ 6 മാസം അത് തന്നെയായിരിക്കും പ്രാക്ടീസ് എന്ന്. ഇതെവിടെ പ്രാക്ടീസ് ചെയ്യാൻ സമയം? അത് വെച്ച് നോക്കുമ്പം ഒരു 20 പേരുടെ IQ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. വളരെ സന്തോഷം തോന്നി. ഈ ജോലി തിരക്കിലുണ്ടെങ്കിലും ഇത്രയും പാടിയല്ലോ എന്നോർക്കുമ്പോൾ വളരെ 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 സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കൂടെ വായിച്ചവരും. മോളുടെ പേര് രശ്മിയോ? മീനാക്ഷി, പിന്നെ മുരളി, പിന്നെ അനന്തകൃഷ്ണൻ സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. പിന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട മഹേശ്വരൻ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ബാലൻ, എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊള്ളട്ടെ. ഇത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് പാടാൻ സാധിക്കുന്നത് ഇത്രയും, അല്ലെങ്കിൽ ആർക്കും സാധിക്കില്ല. ഇനി ഇത് തുടരട്ടെ, നല്ല നല്ല പാട്ടുകൾ പഠിക്കട്ടെ, നല്ല നല്ല കച്ചേരികൾ ചെയ്യാൻ സാധിക്കട്ടെ. ദേവി അനുഗ്രഹിക്കട്ടെ.